സ്ത്രീ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ലഭിച്ചുവെന്നാണ് അറിയുന്നത്. BPL ഭാഗത്തിൽപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കഴിഞ്ഞ സർക്കാർ അവസാന മാസങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും മാത്രമാണ് 1000 രൂപ വീതം വിതരണം ചെയ്തത്. ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാരും മെയ് മാസത്തിൽ സതീശൻ സർക്കാരും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുകയുണ്ടായില്ല. ഈ വർഷത്തെ പുതുക്കിയ ബജറ്റിൽ ഇതിനായി ഫണ്ട് അനുവദിച്ചതായി കണ്ടില്ല. അതിനാൽ ഈ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ഇനി തുക ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കേരള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ സ്ത്രീ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു. BPL ഭാഗത്തിൽപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയായിരുന്നു ഇത്. വിധവകൾ, ഉപേക്ഷിക്കപ്പെട്ട ഭാര്യമാർ, വിവാഹമോചനം നേടിയ സ്ത്രീകൾ, അവിവാഹിതരായ നിർധന സ്ത്രീകൾ എന്നിവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷാ വലയവുമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ഉയർന്ന ജീവിത ചെലവ് കണക്കിലെടുക്കുമ്പോൾ 1000 രൂപ വലിയ തുക അല്ലെങ്കിലും പല വീടുകളിലും അത് അത്യാവശ്യം മരുന്ന് വാങ്ങാനും വൈദ്യുതി ബില്ല് അടയ്ക്കാനും അരിയും പലചരക്ക് വാങ്ങാനും ഉപയോഗിക്കുന്ന തുകയായിരുന്നു ഇത്. പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട കാലം മുതൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഈ തുക വഴി ഒരു പരിധിവരെ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടാതെ ദൈനംദിന ചെലവുകൾ നേരിടാൻ ഈ പെൻഷൻ സഹായമായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന മാസങ്ങളിലാണ്. പദ്ധതി പ്രഖ്യാപനം വലിയ സ്വീകാര്യത നേടി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപ വീതം കൃത്യമായി എത്തിയിരുന്നു. ആദ്യ 2 മാസത്തെ വിതരണം സമയബന്ധിതമായി നടന്നത് പല സ്ത്രീകൾക്കും വലിയ ആശ്വാസം നൽകി. പല വർഷങ്ങളായി പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടിയവർക്ക് ആദ്യമായി തുക കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ചെറുതൊന്നുമല്ല. ആ തുക കൊണ്ട് കടം വീട്ടിയവരും മക്കളുടെ സ്കൂൾ ഫീസ് അടച്ചവരും മരുന്ന് വാങ്ങിയവരുണ്ട്. പദ്ധതി തുടർച്ചയായി നടക്കുമെന്ന പ്രതീക്ഷയോടെയാണ് എല്ലാവരും മാസങ്ങളെ എണ്ണിത്തുടങ്ങിയത്. എന്നാൽ ഏപ്രിൽ മാസം മുതൽ സ്ഥിതി മാറി. പിണറായി സർക്കാരിന്റെ കാലത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം നടന്നില്ല. തുടർന്ന് മെയ് മാസത്തിൽ സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും പെൻഷൻ വിതരണം നടന്നില്ല. തുടർച്ചയായി 2 മാസം പെൻഷൻ മുടങ്ങിയതോടെ ഗുണഭോക്താക്കൾക്കിടയിൽ വലിയ ആശങ്ക പരന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പെൻഷൻ നിർത്തലാക്കിയെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി. പെൻഷൻ കുടിശ്ശിക ഉടൻ ലഭിക്കുമോ എന്ന ആശങ്ക എല്ലാവരിലും ഉണ്ടായി. ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലും സാമൂഹ്യനീതി വകുപ്പ് ഓഫീസുകളിലും ആളുകൾ വിവരങ്ങൾ അന്വേഷിക്കാൻ എത്തിത്തുടങ്ങി. പലർക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ തുക വന്നിട്ടില്ലെന്ന് കണ്ടു. സ്മാർട്ട് പോർട്ടലിലെ സ്റ്റാറ്റസ് പരിശോധിച്ചപ്പോൾ പലതും പെൻഡിംഗ് സ്റ്റാറ്റസിൽ തന്നെ തുടർന്നു. ഈ അനിശ്ചിതത്വം സ്ത്രീകളുടെ മാനസിക സംഘർഷം വർദ്ധിപ്പിച്ചു. ഈ വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന് പ്രത്യേക ഫണ്ട് അനുവദിച്ചതായി കണ്ടില്ല. ബജറ്റ് രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ വാർദ്ധക്യ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ മറ്റ് ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷന് വേറിട്ട ഒരു പരാമർശമോ തുകയോ ഉണ്ടായിരുന്നില്ല. ബജറ്റിൽ ഫണ്ട് വകയിരുത്താത്തത് പദ്ധതി നിർത്തിവെച്ചതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടു. സർക്കാർ ഇതുവരെ പദ്ധതി ഔദ്യോഗികമായി നിർത്തിയതായി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്നാൽ ബജറ്റിലെ അവഗണന ഗുണഭോക്താക്കൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിച്ചു. ബജറ്റിൽ തുക നീക്കിവെക്കാത്തത് ഭാവിയിൽ വിതരണം നടക്കില്ല എന്നതിന്റെ പരോക്ഷ സൂചനയായി പലരും കാണുന്നു. പദ്ധതി തുടരുകയാണെങ്കിൽ സാമ്പത്തിക വകയിരുത്തൽ നിർബന്ധമായി വേണമായിരുന്നു. ആ വകയിരുത്തൽ ഇല്ലാത്തത് പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് നിശ്ചിത യോഗ്യതകൾ പാലിക്കേണ്ടതുണ്ട്. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരിക്കണം. BPL പട്ടികയിൽ പേരുണ്ടായിരിക്കണം. പ്രായം 35 വയസ്സ് പൂർത്തിയായവരും 60 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. മറ്റേതെങ്കിലും ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല. ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമെന്നതാണ് സർക്കാരിന്റെ നയം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് സ്മാർട്ട് പോർട്ടൽ എന്ന ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാം. സ്മാർട്ട് പോർട്ടൽ വഴി വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കാൻ സാധിക്കും.
ഓൺലൈൻ നടപടിക്രമങ്ങൾ അറിയാത്തവർക്ക് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും നഗരസഭയിലും പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായം തേടാം. അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ ആവശ്യമായ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിച്ച് നൽകും. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജ്, BPO സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം നൽകണം. അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ സ്റ്റാറ്റസ് ഓൺലൈനിൽ പരിശോധിക്കാനുള്ള സൗകര്യമുണ്ട്. അപേക്ഷയിൽ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് ഓരോ ഘട്ടത്തിലെയും അപ്ഡേറ്റ് SMS വഴി ലഭിക്കും. പെൻഷൻ തുക മുടങ്ങുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ബാങ്ക് KYC പൂർത്തിയാക്കാത്തതാണ് ഏറ്റവും സാധാരണമായ കാര്യം. KYC എന്നാൽ ബാങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ രേഖകൾ നൽകി അക്കൗണ്ടിൽ വിവരങ്ങൾ പുതുക്കുന്ന പ്രക്രിയയാണ്. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ പണം വരുന്നതിൽ കാലതാമസം ഉണ്ടാകും. ബാങ്ക് അക്കൗണ്ട് ദീർഘകാലം ഇടപാടുകൾ ഇല്ലാതെ കിടന്നാൽ നിഷ്ക്രിയമാകും. അങ്ങനെയുള്ള അക്കൗണ്ടിലേക്ക് പണം വരില്ല. അപേക്ഷയിലെ വിവരങ്ങളിലെ പിശകുകൾ സംഭവിക്കുന്നതും പണം മുടങ്ങുന്നതിന് കാരണമാകും. പേര്, വിലാസം, ജനനത്തീയതി, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് വരാതെ ശ്രദ്ധിക്കണം. ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് വ്യക്തമായി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറും അപേക്ഷ പരിശോധിച്ച് ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തിയ ശേഷമാണ് പെൻഷൻ അനുവദിക്കുന്നത്. ആ പ്രക്രിയയിൽ കാലതാമസം സംഭവിച്ചാൽ പെൻഷൻ വരുന്നതും വൈകും. പെൻഷൻ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പെൻഷൻ തുക ഇരട്ടിയാക്കി, കുടിശ്ശിക ഉടൻ ലഭിക്കും, പുതിയ അപേക്ഷ സ്വീകരിക്കുന്നില്ല തുടങ്ങിയ വാർത്തകൾ പരിശോധിക്കാതെ വിശ്വസിക്കരുത്. സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതുവരെ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരണമില്ല. കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജ്, പ്രാദേശിക പത്രങ്ങൾ എന്നിവയാണ് വിശ്വസനീയമായ ഉറവിടങ്ങൾ. വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബ് ചാനലുകളിലും വരുന്ന വിവരങ്ങൾ സത്യമാണെന്ന് കരുതി അപരിചിതർക്ക് ആധാർ നമ്പറോ ബാങ്ക് OTPയോ നൽകുന്നത് അപകടകരമാണ്. ശ്രദ്ധിക്കുക, സർക്കാർ ജീവനക്കാർ ആരും ഫോൺ വിളിച്ച് OTP ചോദിക്കുകയില്ല. അത്തരം ഫോൺ കോൾ വന്നാൽ ഉടൻ തന്നെ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യണം. പെൻഷൻ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ സാങ്കേതിക തടസ്സമോ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി രേഖകളും സ്റ്റാറ്റസും പരിശോധിക്കുന്നതാണ് ഉചിതം. അവിടെയുള്ള ജീവനക്കാർ സൗജന്യമായി സഹായം നൽകും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടങ്ങിയതിന്റെ പിന്നിലെ ആശയം സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് മാന്യമായ ജീവിതം ഉറപ്പാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പദ്ധതി നടപ്പായ ആദ്യ മാസങ്ങളിൽ പലർക്കും ആശ്വാസം ലഭിച്ചു. എന്നാൽ തുടർന്ന് ഫണ്ട് മുടങ്ങിയതോടെ ആശ്വാസം നഷ്ടമായി. ബജറ്റിൽ ഫണ്ട് വകയിരുത്താത്തത് പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നു. സർക്കാർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പദ്ധതി തുടരുകയാണെങ്കിൽ ബജറ്റിൽ തുക നീക്കിവെക്കണം. നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണവും ബദൽ സംവിധാനവും വിശദീകരിക്കണം. ഗുണഭോക്താക്കളായ സ്ത്രീകൾക്ക് അവരുടെ ഭാവി അറിയാനുള്ള അവകാശമുണ്ട്. പദ്ധതി നിർത്തുകയാണെങ്കിൽ പകരം മറ്റൊരു പദ്ധതി വഴി സഹായം ലഭ്യമാകുന്നത് പരിഗണിക്കണം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ സംവിധാനം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. വാർദ്ധക്യ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയവ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ആ പട്ടികയിൽ സ്ത്രീ സുരക്ഷാ പെൻഷനും സ്ഥിരമായി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം കുടുംബത്തിന്റെ പുരോഗതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീക്ക് സ്ഥിരമായി വരുമാനമുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടും, കുടുംബത്തിലെ പോഷകാഹാരക്കുറവ് കുറയും, ചെറിയ രോഗങ്ങൾക്ക് പോലും ചികിത്സ തേടാൻ കഴിയും, മാനസിക സംഘർഷം കുറയും. അതിനാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലുള്ള പദ്ധതികൾ തുടരേണ്ടതുണ്ട്. ഫണ്ട് വർദ്ധിപ്പിക്കുകയും ഗുണഭോക്താക്കളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. വിലക്കയറ്റം അനുസരിച്ച് കാലാകാലങ്ങളിൽ പെൻഷൻ തുക പരിഷ്കരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകും. അവസാനമായി ഓർക്കേണ്ടത് പെൻഷൻ ഒരു ദാനമല്ല, അർഹതയാണ് എന്നതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഈ പെൻഷൻ. ഗുണഭോക്താക്കൾക്ക് അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കണം, ബാങ്ക് അക്കൗണ്ട് സജീവമായി നിലനിർത്തണം, KYC പുതുക്കണം, ആധാർ സീഡിംഗ് ചെയ്യണം, സ്മാർട്ട് പോർട്ടലിലെ സ്റ്റാറ്റസ് ഇടയ്ക്കിടെ പരിശോധിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് സർക്കാർ ഉടൻ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഗുണഭോക്താക്കളായ സ്ത്രീകൾക്ക് അവരുടെ അർഹമായ ആനുകൂല്യം കൃത്യമായി ലഭിക്കണം. അതാണ് സാമൂഹ്യ നീതിയുടെ ഭാഗം.
കേരളം എല്ലായ്പ്പോഴും ക്ഷേമത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ പാരമ്പര്യം സ്ത്രീ സുരക്ഷ പെൻഷന്റെ കാര്യത്തിലും തുടരുമെന്ന് വിശ്വസിക്കാം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.